നമസ്കാരം. പ്രധാന വാർത്തകൾ. ജപ്തി ഭയന്ന് വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. പട്ടാമ്പി കീഴായൂർ കിഴക്കേപുരയ്ക്കൽ ജയയാണ് മരിച്ചത്. ജപ്തിക്കായി ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് ജയ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ നൌഷാദ് ബാബുവിനെ തെരഞ്ഞെടുത്തു. ഇടത് സ്വതന്ത്രൻ വിപ്പ് ലംഘിച്ച UDFന് വോട്ട് ചെയ്തു. ഇതോടെ 8 പ്രതീക്ഷിച്ചിടത്ത് UDFന് കിട്ടിയത് 9 വോട്ടുകൾ. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ അനധികൃത ഗ്യാസ് സിലിണ്ടറുകളുടെ ശേഖരം പിടികൂടി. 35 സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണവുമാണ് താലൂക്ക് സപ്ലൈ അധികൃതർ പിടികൂടിയത്. കല്ലടിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ അട്ടിമറി. കപ്പ് തിരിച്ചേൽപ്പിച്ച് എടപ്പലം PTM യത്തീംഖാന സ്കൂൾ. കപ്പ് കിട്ടാൻ വൈകിയതിനെ ചൊല്ലി നടുവട്ടം സ്കൂളിന്റെ പ്രതിഷേധം. സ്കൂളിൽ വൻ വിജയാഹ്ലാദ പ്രകടനം. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരന് പ്രൊമോഷൻ നൽകിയ സംഭവത്തിൽ കേസ് എടുക്കണമെന്ന് AYF. ആരോപണം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് നേതാവുമായ ഗഫൂർ കോൽക്കളത്തിനെതിരെ. 16 ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്നും AYF നേതാക്കൾ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഇനി പുതിയ മുഖം. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ നടപ്പാക്കുന്ന നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 13 കോടിയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി കീഴായൂരിൽ ജപ്തി നടപടി പേടിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. കീഴായൂർ കിഴക്കേപുരയ്ക്കൽ ജയയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വീട് ജപ്തിക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ജയ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ജയ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. 2015 ജയ ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നതായാണ് പറയുന്നത്. തിരിച്ചടവ് മുടങ്ങി 4.25 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നതുമായി ബന്ധപ്പെട്ടുള്ള ജപ്തി നടപടികളുമായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ ജയ വീടിനകത്ത് നിന്ന് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ജയയെ നാട്ടുകാർ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലേക്കും കൊണ്ടുപോയി. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ശരീരത്തിൽ 80% പൊള്ളലേറ്റ ജയ വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ നൌഷാദ് ബാബുവിനെ തെരഞ്ഞെടുത്തു. വിപ്പ് ലംഘിച്ച് ഇടതുപക്ഷ സ്വതന്ത്രനായ അബൂബക്കർ മുച്ചിരിപ്പാടൻ UDFന് വോട്ട് ചെയ്തു. ഇതോടെ 9 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നൌഷാദ് ബാബു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്തിലെ 4ാം വാർഡായ കോഴിയോട്ടിലും 5ാം വാർഡായ മുണ്ടമ്പലത്തും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടെ ഭരണസമിതിയിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായിരുന്നു. ഇതേ തുടർന്ന് CPMലെ O നാരായണൻകുട്ടി പ്രസിഡന്റ് പദവി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ 8 അംഗങ്ങളുള്ള UDFലെ നൌഷാദ് ബാബുവിന് 9 വോട്ട് ലഭിച്ചു. 7 അംഗങ്ങളുള്ള LDFലെ ഐസക് ജോണിന് 6 വോട്ട് ലഭിച്ചു. 1ാം വാർഡ് ചുരിയോട് ഇടതുപക്ഷ അംഗമായിരുന്ന മുച്ചിരിപ്പാടം അബൂബക്കർ വിപ്പ് ലംഘിച്ച് UDFന് വോട്ട് രേഖപ്പെടുത്തി. ഇതോടെയാണ് UDFന് 9 വോട്ടായത്. വിപ്പ് നൽകുന്നതിൽ സാങ്കേതികത്വം പാലിച്ചിട്ടില്ലെന്നും എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാടായിരുന്നു CPMനെന്നും അബൂബക്കർ പറഞ്ഞു. വിപ്പ് കറക്റ്റായിട്ടല്ല തന്നിക്കണത്. വിപ്പ് തന്നതിൽ അസാങ്കേതികത്വമുണ്ട്. സാങ്കേതികപരമായിട്ട് ആ വിപ്പിന് ഒരു പ്രസക്തിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് മുസ്ലിം ലീഗുകാരനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെതിരായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അന്നത്തെ എൻ്റെ ഒരു സാഹചര്യവും അതിൽ ഇടപെടേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. ഈ തച്ചമ്പാറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിയ ഒരു മെമ്പറാണ് ഞാൻ. അന്ന് 273 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എനിക്ക് കിട്ടിയത്. ഈ പഞ്ചായത്തിൽ വേറൊരു മെമ്പർക്കും അത്ര ഭൂരിപക്ഷമില്ല. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പലർക്കും വ്യക്തമാക്കി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് മണി അവിടെയാണോ, അബൂബക്കർ മുച്ചിരിപ്പാടൻ എവിടെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇല്ലായിരുന്നു. പക്ഷേ വ്യക്തമായിട്ട് തന്നെ പറയാണ്, മുസ്ലിം ലീഗുകാരനാണ്, UDFകാരനാണ്, പാർട്ടി സംരക്ഷിക്കും
പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കണേ ഇനിയുള്ള കാലം മുസ്ലിം ലീഗുമായിട്ട് യോജിച്ച് പോവും, തുടരും. വിപ്പിൻ്റെ സാങ്കേതികത്വം വിപ്പ് തന്നവർക്കും മനസ്സിലാവും. കാരണം ഒരു വിപ്പ് തരുമ്പോൾ ആ വിപ്പ് നമ്മൾ കൈപ്പറ്റുമ്പോൾ ആ വിപ്പിൽ രേഖപ്പെടുത്തേണ്ടതും ആ വിപ്പിന് മറിച്ച് റിസീവ്ഡ് സൈൻ ചെയ്ത് കൊടുത്ത് തിരിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താലുള്ളൂ ആ വിപ്പ് പൂർണ്ണമാകുക. എന്നാൽ കേവലം ഒരു നോട്ടീസ് മാത്രമാണ് തന്നത്. അത് എന്തുവാണെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലപാടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം. അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാജയവും ഭരണപരമായിട്ടുള്ള അവർക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഒരു ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് വിപ്പ് തന്നു. ആ വിപ്പ് ലംഘിക്കപ്പെടുന്ന വിപ്പാണ് എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അതിൻ്റെ വരുന്ന ആളുകളിൽ അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രസക്തി എന്താണെങ്കിൽ നിയമപരമായിട്ട് എനിക്ക് അയോഗ്യനാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അയോഗ്യനായിക്കോട്ടെ, പക്ഷേ മുസ്ലിം ലീഗ് ആയിരിക്കും, UDF ആയിരിക്കും. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി AEO C അബൂബക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ, കുഞ്ഞു മുഹമ്മദ്, നിസാമുദ്ദീൻ, കുര്യാക്കോസ്, കുര്യൻ, മുൻ പ്രസിഡന്റ് നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. 2015-2016 പദ്ധതി രൂപീകരണവും കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി എല്ലാവരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുമെന്ന് പ്രസിഡന്റ് നൌഷാദ് ബാബു പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാനം ഇന്ന് ഏറ്റെടുക്കുന്നത്. 2024-25 വർഷത്തെ പദ്ധതി രൂപീകരിച്ച് കഴിഞ്ഞ് ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 4 ഇലക്ഷനുകളെ വിജ്ഞാപനം നേരിട്ട ഒരു പഞ്ചായത്താണ്. പാർലമെൻറ്റ് ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും 5-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പും 4-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പും, അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ഇലക്ഷനും നേരിട്ടപ്പോൾ 6 മാസത്തോളം കാലം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുകയായിരുന്നു. എന്നാൽ 24-25 വർഷത്തെ പദ്ധതി രൂപീകരിച്ചതിന് ശേഷമുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ 1-ാം വാർഡ് മുതൽ 15-ാം വാർഡ് വരെ ചെയ്യാനുണ്ട്. അത് പരിപൂർണമായി ചെയ്യും. മാത്രമല്ല 25-26 വർഷത്തെ പദ്ധതി രൂപീകരണവും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ശേഷം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. പട്ടാമ്പി AEO RP ബാബുരാജിൽ നിന്നും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്നാണ് കലാകിരീടം സ്വീകരിച്ചത്. സ്കൂളിൽ വിജയാഹ്ലാദവും നടത്തി. നവംബറിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എടപ്പലം PTM എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നൽകിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി AEOക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നും കണ്ടെത്തി. തുടർന്നാണ് ആദ്യപടിയായി ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം കൂടുതൽ പോയിന്റ് ലഭിച്ച നടുവട്ടം സ്കൂളിന് നൽകാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ട്രോഫി കൈമാറുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രാവിലെ 11 മണിയായിട്ടും ട്രോഫി ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപകരും PTA ഭാരവാഹികളും പട്ടാമ്പി AEO ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. AEOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വൈകുന്നേരം 3 മണിയോടെ ട്രോഫി സ്കൂളിൽ എത്തിക്കാൻ ധാരണയായി. എടപ്പലം സ്കൂളിൽ നിന്നും ട്രോഫി വാങ്ങി AEO വൈകുന്നേരത്തോടെ നടുവട്ടം സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, PTA പ്രസിഡന്റ് VT കരീം, പ്രിൻസിപ്പാൾ S ജൂഡ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരന് പ്രൊമോഷൻ നൽകിയ സംഭവത്തിൽ കേസെടുക്കണമെന്ന് AYF മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച 16-ന് ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് നേതാവുമായ ഗഫൂർ കോൽക്കളത്തിനെതിരെയാണ് AIYF പരാതി ഉന്നയിക്കുന്നത്. പ്യൂൺ തസ്തികയിൽ നിയമിതനായ ഗഫൂറിനെ ജൂനിയർ ക്ലർക്കായും സീനിയർ ക്ലർക്കായും പ്രൊമോട്ട് ചെയ്തത് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതിനു കൂട്ടുനിന്ന ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി, ബാങ്ക് പ്രസിഡന്റായിരുന്ന ഭരണസമിതിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. ഇക്കാര്യം ജനങ്ങളിൽ എത്തിക്കാനായി ശനിയാഴ്ച പ്രചാരണ ജാഥ നടത്തും. 16 രാവിലെ അരിയൂർ ബാങ്കിലേക്ക് നടത്തുന്ന മാർച്ച് CPI അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ഉദ്ഘാടനം ചെയ്യും. അതിൽ AIYF 16-ാം തീയതി ബാങ്കിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന വിഷയം അരിയൂർ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഗഫൂർ കോൽക്കളത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത രേഖകൾ കൊടുത്ത് ആണ് പ്രമോഷൻ വാങ്ങിയത് എന്നാണ് AIYF ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ വ്യാജരേഖ ചമച്ച് ജോലിയിൽ പ്രമോഷൻ വാങ്ങിയവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാണ് AIYF ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും AIYF ബാങ്കിലേക്ക് 16-ാം തീയതി 10 മണിക്കാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് പൊറ്റശ്ശേരി മണികണ്ഠനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. മണ്ഡലം സെക്രട്ടറി ഷാഫി നറുകോട്ടിൽ, പ്രസിഡന്റ് ബോബി ജോസഫ്, പ്രേമൻ ആര്യമ്പാവ്, P അജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ അനധികൃതമായി സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. 35 സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പണിതീരാത്ത വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ തച്ചമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന HP-യുടെ 25 സിലിണ്ടറുകളും 4 വാണിജ്യ സിലിണ്ടറുകളും ഭാരത് ഗ്യാസിൻ്റെ 8 സിലിണ്ടറുകളും 20 കിലോയുടെ 1 സിലിണ്ടറുമാണ് പിടിച്ചെടുത്തത്. 4 കാലി സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണവും പിടിച്ചെടുത്തു. വീടിൻ്റെ മുമ്പിൽ നിർത്തിയിരുന്ന ഗ്യാസ് സിലിണ്ടർ നിറച്ച ഗുഡ്സ് വാഹനവും കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതാണ്. പിടിച്ചെടുത്ത ഗ്യാസ് സിലിണ്ടറുകൾ സമീപ ഏജൻസിക്ക് കൈമാറി. കല്ലടിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ പത്മിനി, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ മനോജ് വീട്ടിക്കാട്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ തങ്കച്ചൻ, മുജീബ് റഹ്മാൻ, മിനി, കല്ലടിക്കോട് പോലീസ് ഇൻസ്പെക്ടർ ഷഫീർ, SI-മാരായ നൌഷാദ്, ശ്രീനിവാസൻ, SCPO-മാരായ പത്മരാജൻ, രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തുടർ നടപടി സ്വീകരിക്കാനായി പോലീസിന് പരാതി നൽകിയതായി അസിസ്റ്റന്റ് TSO പറഞ്ഞു. വൈകുന്നേരം മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഫോണിൽ ഒരു സന്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വൈകുന്നേരം 5 മണിയോടുകൂടി ഇവിടെ ഈ തച്ചമ്പാറ പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് വന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു പണിതീരാത്തൊരു വീടാണിത്. അതിൻ്റെ മുമ്പിൽ ഒരു വണ്ടിയിൽ 25 ഫുൾ സിലിണ്ടറുകൾ, അത് ഇന്ത്യൻ കമ്പനിയുടെയാണ്, അത് ഡൊമസ്റ്റിക് ഗ്യാസാണ്. അത് മുഴുവൻ ഇവിടെ കണ്ടെത്തി 25 എണ്ണം. അപ്പോൾ അത് അനധികൃതമാണ്. അത് ആരുടെ ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല, അവിടെ ആർക്കും അറിയില്ല. അതിൻ്റെ ബില്ലോ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിത് ഒരു ലോക്കൽ എൻക്വയറി നടത്തിയപ്പോൾ അത് ആർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കല്ലടിക്കോട് പോലീസിൻ്റെ സഹായം തേടി അവരും വന്നു. അതിനുശേഷം ആ വീട് തുറന്ന് പരിശോധിച്ചാൽ അവിടെയും കുറേ ഒഴിഞ്ഞതും നിറഞ്ഞതുമായ കമേഴ്ഷ്യൽ സിലിണ്ടറുകൾ കണ്ടെത്തി. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഗ്യാസ് ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക് മാറ്റാനുള്ള ഒരു യന്ത്ര സംവിധാനം, ഒരു മോട്ടോറും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഇപ്പാണ് നമ്മൾ ഇപ്പോൾ CCI ആണ് ഇത് തൊട്ടടുത്ത ഗ്യാസ് ഏജൻസിയിൽ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിക്കും. പോലീസിനൊരു പരാതി ഇതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യും. ബാക്കി തുടർ നടപടികൾ ജില്ലാ കളക്ടർ അനുമതിയോടുകൂടി പിന്നെ ചെയ്യും. ചെർപ്പളശ്ശേരിയിലെ ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയ വിഷയം നഗരസഭാ കൗൺസിലിലും ചൂടേറിയ ചർച്ചയായി. നടപടി നഗരസഭാ കൗൺസിലിന്റെ അറിവോടെ അല്ലെന്ന് ചെയർമാൻ. ഹോട്ടൽ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ശരിയായ രീതിയിൽ അല്ലെന്നും വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ വിമർശനം ഉയർന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ റോളക്സ് എന്ന സ്ഥാപനം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത്. ഹോട്ടലിന് പ്രവർത്തിക്കാൻ മതിയായ രേഖകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയത്. ഹോട്ടലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രേഖകളിൽ പിഴവുകൾ ഉണ്ടെന്നും ഇക്കാരണത്താൽ നഗരസഭയിൽ നിന്നും അബദ്ധത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ലൈസൻസ് നഗരസഭ റദ്ദു ചെയ്തതായും ഇത് സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ യോഗ തീരുമാനപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. എന്നാൽ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട വിഷയം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും
നഗരസഭയുടെ അധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് അനുവദിക്കാനാവില്ലെന്നും നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. പക്ഷെ അത് കൗൺസിൽ തീരുമാനപ്രകാരം എന്നവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, വലിയ വെല്ലുവിളിയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതെന്താണെന്ന് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും. കൗൺസിൽ തീരുമാനിക്കാത്ത, കൗൺസിലർമാരെ അറിയിക്കാത്ത, ചെയർമാനെ പോലും ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഇല്ലാത്തൊരു സാധനം കൗൺസിൽ ഔദ്യോഗികം വിളിച്ചു പറഞ്ഞ CCM പരസ്യം വിളിച്ചു പറഞ്ഞു. ഈ അനാശാസ്യ നടപടിക്രമങ്ങളൊക്കെ അതാ സമയത്ത് CPMന്റെ ജീവനക്കാരിൽ നിന്നാണ് ഉണ്ടാവുന്നത് അറിയിക്കാറുണ്ട്. സെക്രട്ടറിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്, CCM സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ജീവനക്കാരിൽ അധികാരം സാധാരണ ജനങ്ങളുടെ മേളിൽ പോലും കുതിര കയറുന്ന സമീപനമാണ്. അവരോട് സഹകരിച്ചിട്ട് ഫൈനൊക്കെ ഈടാക്കാം. അത് നഗരത്തിലെ വ്യാപാരികളോട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പകപോക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും ഇത് നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു. വ്യാപാരികൾക്ക് ലൈസൻസ്, അനുബന്ധ രേഖകളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുന്നതിന് നഗരസഭ മുൻകൈയെടുക്കണമെന്ന് മറ്റ് കൗൺസിൽ അംഗങ്ങളും സൂചിപ്പിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സമാന്തരമായി പാലക്കാട് മുതൽ കോഴിക്കോട് വരെ റെയിൽവേ ലൈൻ സ്ഥാപിക്കണമെന്ന് മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ പ്രമേയം പാസാക്കി. ആയുർവേദ ആശുപത്രിക്ക് രാജീവ് ഗാന്ധിയുടെ പേരിടണമെന്നും പ്രമേയം. മലയോര മേഖലയെ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സമാന്തരമായി റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പ്രദേശത്തുകാരുടെ ചിരകാല അഭിലാഷമാണ് ഇതുവഴിയുള്ള റെയിൽ ഗതാഗതം. റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ പിന്താങ്ങി. നഗരസഭ മുക്കണ്ണത്ത് നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിടണമെന്ന് ആവശ്യപ്പെട്ട് കെ ബാലകൃഷ്ണനാണ് പ്രമേയം അവതരിപ്പിച്ചത്. അരുൺകുമാർ പാലകുറിശി പിന്താങ്ങി. 2 പ്രമേയങ്ങളും കൗൺസിൽ ഏകകണ്ഠമായി പാസാക്കി. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ നടപ്പാക്കുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ അടുത്ത മാർച്ചോടെ പൂർത്തിയാകും. 13,78 ലക്ഷം രൂപ കണക്കാക്കിയ സ്റ്റേഷൻ നവീകരണ പദ്ധതി പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽപ്പെടുത്തി 2023 ജൂലൈ മാസത്തിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പദ്ധതി നടപ്പാക്കുന്നതിന് തുടക്കത്തിൽ 8.5 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇപ്പോൾ 13,78 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ പൂമുഖമണ്ഡപം പൊളിച്ചു നീക്കി വലുപ്പത്തിലുള്ള പൂമുഖമണ്ഡപം നിർമ്മിച്ചു. പ്ലാറ്റ്ഫോമുകളുടെ നീളത്തിനനുസരിച്ച് മേൽക്കൂരകൾ ഇല്ലാത്തത് വലിയ പോരായ്മയായിരുന്നു. ഇത് പരിഹരിക്കാൻ മുഴുവനായും മേൽക്കൂരകൾ സ്ഥാപിച്ചു. ആധുനിക രീതിയിൽ പുതിയ വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ സൗകര്യമൊരുക്കി ഇരിപ്പിടങ്ങൾ നവീകരിച്ചു. പുതിയ ശുചിമുറികളും ഒരുക്കി. റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള റോഡ് വീതി കൂട്ടി നിർമ്മിച്ചു. ഓടകളുടെ നിർമ്മാണം പൂർത്തിയായി. നടപ്പാതയും നിർമ്മിച്ചു. കൂടുതൽ വാഹനങ്ങൾ നിർത്താൻ 100 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും വിസ്തൃതിയാക്കി വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കി. വാഹന പാർക്കിങ്ങിനും റെയിൽവേ പാളത്തിനുമിടയിൽ സംരക്ഷണ ഭിത്തി കെട്ടി. റെയിൽവേ സ്റ്റേഷന് മുൻഭാഗം വീതി കൂട്ടി വിപുലീകരിച്ചു. ഇവിടെ പൂന്തോട്ടവും നിർമ്മിക്കും. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് സ്റ്റേഷനിൽ ഒരുക്കുന്നത്. പാലക്കാട് DMR അരുൺകുമാർ ചതുർവേദി കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് നവീകരണ പ്രവൃത്തികൾ വിലയിരുത്തി. അടുത്ത മാർച്ചോടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലേക്ക് വാഗണിലെത്തുന്ന ഭക്ഷ്യധാന്യവും മറ്റും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് ഇറക്കിയാണ് ഗോഡൌണുകളിലേക്ക് മാറ്റുന്നത്. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളുടെ ക്രോസിംഗ് സ്റ്റേഷൻ കൂടിയാണ് അങ്ങാടിപ്പുറം. നിലമ്പൂർ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറുകൾ, കോട്ടയം എക്സ്പ്രസ്, രാജറാണി എക്സ്പ്രസ് ട്രെയിനുകളാണ് സ്റ്റേഷനിലൂടെ പോകുന്നത്. പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയായതോടെ ഇലക്ട്രിക് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മെമു ട്രെയിനുകളുടെ സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അറുപത്തിമൂന്നാമത് സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പാലക്കാടിൻ്റെ വിജയക്കുതിപ്പിന് കരുത്തായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. കലയുടെ ഈറ്റില്ലമായ നാടിൻ്റെ പാരമ്പര്യവും സാംസ്കാരികതയും ഉയർത്തിപ്പിടിച്ച് ജില്ലയ്ക്ക് അഭിമാനമായി മാറുകയാണ് ശ്രീകൃഷ്ണപുരത്തെ കലാപ്രതിഭകൾ. മരകരളഖണ്ഡനം
മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ജ്വലതി മയി ദാരുണോ മദനകദനാരുണോ ഹരതു തദുവാഹിതവികാരം ചീര കനക കനകാദ്രി സാനോ ദേവ ജയ. ഗോത്രനൃത്തം മുതൽ കഥകളി വരെ കലയുടെ വ്യത്യസ്തമായ മേഖലകളിൽ മികവ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് വിദ്യാലയത്തെ വേറിട്ട് നിർത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ല രണ്ടാമതെത്തുമ്പോൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ മികച്ച രണ്ടാമത്തെ സ്കൂളായി മാറുന്നു. പങ്കെടുത്ത 18 ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കി 90 പോയിന്റ് ജില്ലയ്ക്ക് വേണ്ടി ഈ പൊതുവിദ്യാലയത്തിന് നേടാനായി. ശ്രീകൃഷ്ണപുരത്തിന്റെ വരപ്പടയുടെ നിറസാന്നിധ്യമാണ് കലോത്സവത്തിന് വർണ്ണവിസ്മയം പകർന്നത്. ചിത്രകലയുടെ 9 വിഭാഗങ്ങളിൽ കാർട്ടൂൺ, എണ്ണച്ചായം, കൊളേഷ്, ചിത്രരചന എന്നീ 4 ഇനങ്ങളിലും വിദ്യാലയം ആധിപത്യം സ്ഥാപിച്ചു. കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം, കഥകളി, മൃദംഗം തുടങ്ങിയ ശാസ്ത്രീയ ഇനങ്ങളിലും മലയാളം പദ്യംചൊല്ലൽ, ഓട്ടംതുള്ളൽ, തിരുവാതിരക്കളി, പണിയനൃത്തം, ഉറുദു സംഘഗാനം, അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം എന്നിവയിലും വിദ്യാലയം മികവ് പുലർത്തി. മംഗലീലഗന്ധം പരത്തി കോകിലങ്ങളിണത്തിൽ പാടി പാട്ടിനൊത്തു നീലമനോന്യമം പിരിവിടത്തി നീലമനോന്യമം പിരിവിടത്തി ആലോലമാടു മൊട്ടി മൊട്ടി പോയാ പൂവള്ളച്ചെങ്ക് പോലെ ഒഴുക്കി തിഞ്ചു നോക്കു തക്കു ചേമ്പ് പുട്ട പോലെ അങ്ങട് മല ഇങ്ങട് മല ചെമ്പമാല ആ മുളയങ്കോട്ട് തമ്പിരന മുലമാട ആ ചിപ്പി ചിപ്പി കല്ലുമ്പള തീരവിത്തോ ചോയ് പപ്പനെ കണ്ണിലിയാ കണ്ണുകൊള്ള ചക്ക കപ്പാ വന്തനയോ എണ്ണ കപ്പാ വന്തയോ മാഞ്ചേൽ മിഴിയാലേ നിന്ന മാഞ്ചേൽ. പങ്കെടുത്ത 5 ഇനങ്ങളിലും എ ഗ്രേഡ് നേടിയ നിരഞ്ജൻ മോഹൻ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പ്രതിഭയായി. റിമ സുനിൽ 4 ഇനങ്ങളിലും, മാളവിക എ വാര്യർ 3 ഇനങ്ങളിലും, ആർദ്ര PS 2 ഇനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കുട്ടികളുടെ ചിട്ടയായ പരിശീലനവും രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണയും മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA എന്നിവരുടെ കൂട്ടായ പരിശ്രമവുമാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഈ പൊതുവിദ്യാലയത്തെ മുന്നിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ഏറെ അഭിമാന നിമിഷമാണെന്ന് പ്രിൻസിപ്പൽ ആര്യ പറഞ്ഞു. 63ാമത് സംസ്ഥാന കലോത്സവം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് 2ാം സ്ഥാനമാണ്. അതിൽ 18 ഐറ്റങ്ങളിലായി 90 പോയിന്റും ശ്രീകൃഷ്ണപുരം സ്കൂളിലെ കലാപ്രതിഭകളുടെ സംഭാവനയാണ്. കലാക്ഷേത്രമായ നമ്മുടെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പതിവ് പോലെ ഇപ്രാവശ്യവും കഥകളി സംഗീതം, കഥകളി വേഷം, അതുപോലെ അഷ്ടപതി, ഓട്ടംതുള്ളൽ തുടങ്ങിയ ക്ലാസിക്കൽ കലകളെല്ലാം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എ ഗ്രേഡ് ഉണ്ട്. അതുപോലെ ചിത്രകല 9 വിഭാഗങ്ങളിലായുള്ള ചിത്രകലയിൽ 4 എണ്ണവും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എ ഗ്രേഡ് ഉണ്ട്. ഒരു സാധാരണ ഒരു പൊതുവിദ്യാലയത്തിന് സങ്കല്പിക്കാനും കൂടി പറ്റാത്ത അത്രയും ഉന്നതമായ ഒരു സ്ഥാനമാണ് നമ്മുടെ സ്കൂളിലെ കലാപ്രതിഭകൾ നേടിയെടുത്തത്. ഇതിന് പിന്നിൽ നമ്മുടെ മാനേജ്മെന്റ്, PTA, അഹോരാത്രം അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകർ, അതുപോലെ ഈ കലാപ്രതിഭകളെ വാർത്തെടുത്ത ഒരുപാട് രക്ഷിതാക്കൾ, ഈ നാട് എല്ലാം ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ചെർപ്പുളശ്ശേരി ഉപജില്ലയിൽ പാടിയതിര രംഗത്ത് വിദ്യാലയം പുലർത്തുന്ന
പകരം വയ്ക്കാനില്ലാത്ത മികവിന്റെ സൂചികയാണ് സംസ്ഥാന തലത്തിലും പ്രകടമാകുന്നത്. അടുത്ത വർഷം കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്നും വിജയികൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. കലോത്സവത്തില് ശ്രീശവരം ഹയർ സെക്കൻഡറി സ്കൂൾ 80 പോയിന്റ് നേടി വിജയത്തിന്റെ കൊടുമുടിയിലെ പാലക്കാട് ജില്ലയ്ക്ക് 80 പോയിന്റിന് സഹായം ചെയ്തിരിക്കുന്നു. പാലക്കാട് ജില്ല സ്റ്റേറ്റിൽ 2ാം സ്ഥാനമാണ്. അപ്പോൾ ആ കുട്ടികൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒറ്റപ്പാലം വരോടെ KPS MM VHS സ്കൂളിൽ സംസ്ഥാന കലാ കായിക പ്രതിഭകൾക്ക് അനുമോദനവും ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിക്ക് യാത്രയയപ്പും നൽകി. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ K. അബ്ദുൽ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. വരോട് KPS MM VHS സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സംസ്ഥാന കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ യോഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന P. നിമയ്ക്കുള്ള യാത്രയയപ്പുമാണ് നടന്നത്. സംസ്ഥാന കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ പ്രതിഭകളായത്. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ K. അബ്ദുൽ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരണം ഇത്തരം രൂപത്തിൽ 1ാം സ്ഥാനം സ്റ്റേറ്റ് ലെവലിൽ കിട്ടുകയും നമ്മുടെ വിദ്യാലയത്തിൽ നാഷണലിലേക്ക് ഒരു കുട്ടി ഈ വിദ്യാലയത്തിന് ആദ്യമായിട്ടാണ് നിയമം പോകുന്നത്. കാരണം നമ്മളെ ഈ വിദ്യാലയത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ പ്രവർത്തിച്ച ശക്തിയുണ്ട്. കാരണം അതിൻ്റെ അധ്യാപകരുണ്ട്, PTA ഉണ്ട്, അതുപോലെ മാനേജ്മെൻ്റ് ഉണ്ട്, കുട്ടികൾ, രക്ഷിതാക്കൾ, എല്ലാവരും. കാരണം ഇങ്ങനെ നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ പല പരിപാടിക്കും ഇവിടെ വരാറുണ്ട്, പലരും പങ്കെടുക്കാറുണ്ട്. തുടർന്ന് പ്രതിഭകൾക്കുള്ള ആദരവും നൽകി. PTA പ്രസിഡന്റ് സബിത മണികണ്ഠൻ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഡോക്ടർ K. രവികുമാർ, PTA വൈസ് പ്രസിഡന്റ് M. ഷബീർ അലി, മദർ PTA പ്രസിഡന്റ് സുൽഫത്ത്, പ്രിൻസിപ്പൽമാരായ സി. രാജേഷ് കുമാർ, NK സനോജ്, പ്രധാനാധ്യാപകൻ SR പ്രകാശ്, മുഹമ്മദ് ഖലീഫ, രാമകൃഷ്ണൻ, രാജീവ്, അക്ഷരകല, ഗീത എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി ഹൈസ്കൂൾ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച 2 മണിക്ക് നടക്കും. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലായാണ് വാർഷിക ആഘോഷമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 60 വർഷത്തിനിടെ സ്കൂളിൽ പഠിച്ചവരുടെ സംഗമമാണ് ഒരുക്കുന്നത്. നാട്ടിലും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിനെത്തും. ഈ മാസം 18-ന് പൂർവ്വ അധ്യാപക സംഗമവും 24-ന് വിദ്യാഭ്യാസ സെമിനാറും നടത്തും. ഈ വരുന്ന 11-ാം തീയതി ആ സ്കൂളിൻ്റെ തുടക്കം മുതൽ നാളിതുവരെ ആ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം വ്യത്യസ്ത നാടുകളിലേക്കൊക്കെ താമസം മാറി മറ്റ് ജോലി ആവശ്യാർത്ഥം പോയ ആളുകൾ ആരെല്ലാം എന്ന് കണ്ടെത്തൽ വളരെ പ്രയാസമുള്ളതാണ്. അവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഇതിൻ്റെ സംഘാടക സമിതി ആ നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ ഈ നാളെ നടക്കുന്ന പരിപാടിയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇങ്ങനെ ഒരു സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനാധ്യാപകൻ P. സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് മുഹമ്മദ് മാനു, സംഘാടക സമിതി അംഗങ്ങളായ അയലക്കര മുഹമ്മദ് അലി, വൈഷിൻ മുഹമ്മദ്, ജുനൈസ് നെച്ചുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം ജനുവരി 12-ന് നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായ 8 വീടുകളുടെ താക്കോൽദാനം മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 രൂപീകരിച്ച് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനരായ തിരഞ്ഞെടുക്കപ്പെട്ട 50 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയുടെ ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനമാണ് ജനുവരി 12-ന് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്നത്. ആദ്യഘട്ടത്തിലെ 10 വീടുകളിൽ പ്രവൃത്തികൾ പൂർത്തിയായ 8 വീടുകളുടെ താക്കോലാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. 2 വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരിയിൽ നടക്കും. 2023 ഓഗസ്റ്റിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ 5 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. 500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർത്തിയായ വീടുകളിലേക്ക് ആവശ്യമായ ലൈറ്റ്, ഫാൻ, ഗ്യാസ് അടുപ്പ് മുതലായവയും കുടുംബനാഥയ്ക്ക് ട്രസ്റ്റ് ചെയർമാന്റെ വക പ്രത്യേക സമ്മാനമായി നൽകും. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുമെന്ന് വ്യവസായിയും CMN മാനേജിംഗ് ട്രസ്റ്റിയുമായ U. പമ്പാവാസൻ നായർ പറഞ്ഞു. ആ 4 മാസത്തിനുള്ളിൽ വളരെ വേഗത്തിൽ
നമ്മൾ മൂന്ന് കോൺട്രാക്ടേഴ്സാണ് ഇപ്പോൾ ഈ തയ്യാറായിരിക്കുന്ന 8 വീടുകൾ, 4 കോൺട്രാക്ടേഴ്സ്. ആ മൂന്ന് വീടുകൾ കൊടുത്തിരിക്കുന്നത് കൃത്യമായ റിപ്പോർട്ട് നോക്കേണ്ടി വരും. 3 വീടുകൾ കൊടുത്തിരിക്കുന്നത് സുബീഷ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർക്കും, പിന്നെ ഒരു 3 വീടുകൾ കൊടുത്തിരിക്കുന്നത് മനോജ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർക്കും, പിന്നെ ഒരു വീട് തിരുവനന്തപുരത്ത് കൊടുത്തിരിക്കുന്ന പാലക്കാട് രാഹുൽ, തിരുവനന്തപുരത്ത് സുരേഷ് എന്ന് പറയുന്ന ആളുകൾ. അതിൽ തിരുവനന്തപുരത്ത് നമുക്ക് ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു സമയത്ത് കംപ്ലീറ്റ് ആവില്ലെന്ന്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് അതും സമയത്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു സന്തോഷം, ഒരു അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പരിപാടികളും ഗൃഹ നിർമ്മാണ പല പരിപാടികളും പല ആളുകളും നടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീമുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ മതിയാവുള്ളൂ. ഇപ്പോൾ സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണലായി ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അതേപോലെ ചേക്കുവാണെന്ന് വെച്ചാൽ അയാൾ ടെക്നിക്കലി ഹൗസ് കൺസ്ട്രക്ഷൻ, ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട് PVN ബിൽഡേഴ്സ്. ആ PVN ബിൽഡേഴ്സ് നമ്മൾ ആദ്യം ഒരു 8 പ്ലാൻ തയ്യാറാക്കിയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിമം സ്ഥലത്ത് നമ്മൾ 15 സെൻറ്റ് കൂടുതലുള്ളവർക്ക് നമ്മൾ ഈ വീട് പരിഗണിക്കുന്നില്ല. അപ്പോൾ 8 പ്ലാൻ, അതായത് മിക്കവാറും ഏത് പ്രദേശത്തെയും ഓരോരോ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ 8 പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കും. പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ബോർഡ് അംഗം കലാദേവി പമ്പാവാസൻ, PT നരേന്ദ്രമേനോൻ, ഗോപിനാഥൻ എന്നിവരും പങ്കെടുത്തു. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ പരിപാടികൾ ജനുവരി 11, 12, 13 തീയതികളിലായി നടക്കും. MP അബ്ദുസമദ് സമദാനി MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കഥകളി ക്ലബ്ബ് ഏർപ്പെടുത്തിയ യുവപ്രതിഭാ പുരസ്കാരം കലാക്ഷേത്രം രഞ്ജിഷ് രാജന് സമ്മാനിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളിക്ക് മാത്രമായി 40 വർഷം മുമ്പ് രൂപം കൊണ്ട ആനമങ്ങാട് കഥകളി ക്ലബ്ബ് സാംസ്കാരിക മണ്ഡലത്തിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നു. കഥകളി ക്ലബിന്റെ 40ാം വാർഷികം 3 ദിവസത്തെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 11, 12, 13 തീയതികളിൽ ആനമങ്ങാട് AUP സ്കൂൾ അങ്കണത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. 11 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് MP അബ്ദുസമദ് സമദാനി MP വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിക്കും. മുൻ MLA V ശശികുമാർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, കേരള കലാമണ്ഡലം ഡീനും കലാനിരൂപകനുമായ KB രാജാനന്ദ് തുടങ്ങിയവർ സംബന്ധിക്കും. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം കൊണ്ടിട്ടുള്ള ആനമങ്ങാട് കഥകളി ക്ലബ്ബ് എന്ന സംഘടനയുടെ 40ാം വാർഷികാഘോഷം ഈ വരുന്ന ജനുവരി 11, 12, 13 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടാൻ വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു. നാട്ടിലുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു നാടിൻ്റെ ഉത്സവം പോലെ ആനമങ്ങാട് കഥകളി ക്ലബിൻ്റെ ഈ വാർഷികാഘോഷം നടത്തുന്നതിന് വേണ്ടി നാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 11-ാം തീയതി കൃത്യം 3 മണിക്ക് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. MP അബ്ദുസമദ് സമദാനി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ പ്രഥമ യുവപ്രതിഭാ പുരസ്കാരം കലാക്ഷേത്രം രഞ്ജിഷ് രാജന് കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ സമ്മാനിക്കും. 10,000 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 6 ഇനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ആനമങ്ങാട് ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹിൻ ഷാ ഷമിലിനെ ചടങ്ങിൽ അനുമോദിക്കും. കഥകളി ക്ലബ്ബ് സ്ഥാപകാംഗങ്ങളെ അനുസ്മരിക്കും. പ്രാദേശിക കലാകാരന്മാരായിട്ടുള്ള തോട്ടിങ്ങൽ രാമൻകുട്ടി, ഉണ്ണിക്കണ്ട വൈദ്യര്, കുട്ടൻ നായർ കരിമ്പുഴ എന്നീ 3 കലാകാരന്മാരെ ആദരിക്കും. കഥകളി ക്ലബിൻ്റെ സ്ഥാപകാംഗങ്ങളായിട്ടുള്ള 7 പേരെ ആ വേദിയിൽ വെച്ച് ആദരിക്കും. തുടർന്ന് ഈ വർഷം മുതൽ കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന യുവ കലാകാരന്മാരെ അനുമോദിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി യുവപ്രതിഭ പുരസ്കാരം നൽകി രഞ്ജിഷ് രാജൻ എന്ന യുവ കലാകാരനെ അവാർഡ് നൽകി ആദരിക്കും. ഈ തരത്തിലാണ്. അതിനുശേഷം തോരണയുദ്ധം കഥകളി 11-ാം തീയതി അരങ്ങേറും. 12-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ നളചരിതം 1-ാം ദിവസവും അതുപോലെ തന്നെ സീതാസ്വയംവരം കഥകളിയും ഉണ്ടാവും. 13-ാം തീയതി ഉച്ചതിരിഞ്ഞ് 5:30 മണിക്ക് ആദിത്യനാരായണൻ ചെന്നൈ ഉള്ള കലാകാരൻ്റെ കർണാട്ടിക് സംഗീത കച്ചേരി അരങ്ങേറും. പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിന് പക്കമേളം ഒരുക്കുന്നത്. ഈ തരത്തിൽ 3 ദിവസമുള്ള പരിപാടികൾ നാടിൻ്റെ ഒരു ഉത്സവമായി കൊണ്ടാടാൻ തരത്തിൽ നാട്ടിലുള്ള എല്ലാവരും യോജിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലാണ് എത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തോരണയുദ്ധം കഥകളിയും 2ാം ദിവസം നളചരിതം,
സീതാ സ്വയംവരം കഥകളിയും 3-ാം ദിവസം ചെന്നൈ ആദിത്യനാരായണൻ ശങ്കറിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറും. സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പീതാംബരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ EV ശങ്കരനാരായണൻ, കൺവീനർ NP മുരളി, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ CP വിജയൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട്, V രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ വികസന സെമിനാർ അവതരിപ്പിച്ചു. വള്ളിക്കുന്ന് MLA P അബ്ദുൾ ഹമീദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസമിതിയുടെ അവസാന സെമിനാർ കൂടിയാണ് ഇത്. ഉൽപാദന മേഖലയ്ക്ക് 74,87,575 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 85,39,348 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസംസ്കരണം എന്നിവയ്ക്ക് 30 ലക്ഷം രൂപ വീതവും വനിതാ ഘടക പദ്ധതിക്ക് 29,20,120 രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, ഭിന്നലിംഗക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് 13,10,980 രൂപയും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് 13,10,980 രൂപയും കലാ, സാംസ്കാരികം, യുവജനക്ഷേമത്തിലേക്ക് 2,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് വള്ളിക്കുന്ന് MLA P അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനം കടന്നു ചെല്ലാൻ സാധിക്കാത്ത പലവിധ കാരണങ്ങളാൽ അങ്ങനെ അടച്ചുപൂട്ടപ്പെട്ട സ്ഥലങ്ങൾ അവിടെ വികസനം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. നാടിന്റെ നാടിവിടിപ്പ് മനസ്സിലാക്കുക. അങ്ങനെ ആസൂത്രണ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇച്ഛാശക്തിയുള്ള, ദീർഘവീക്ഷണമുള്ള, നല്ല വിഷനുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആ തരത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലം വെട്ടത്തൂർ പഞ്ചായത്ത് ഭരണസമിതി അതിൽ വിജയിച്ചിട്ടുണ്ട്. കരട് പദ്ധതി രേഖ MLA വൈസ് പ്രസിഡന്റ് M ജയയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷനായി. വീടുകളിൽ ബയോ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് നൽകിയ ബിന്നുകൾ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് CM മുസ്തഫ പറഞ്ഞു. പലരുടെയും അടുക്കളയിൽ അരിയാൻ ഉപയോഗിക്കുന്നു. മറ്റു ആളുകൾ അത് വാഷിംഗ് മെഷീനടുത്ത് ഡ്രസ് കുതിർത്തി വെക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അത് എത്തിച്ചേരാതെ മറ്റൊരു രീതിയിലൂടെ ഡൈവേർട്ട് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇതേപോലെയുള്ള സംഭവവികാസത്തിന് ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ പാഠമാക്കേണ്ടത്. ഇനിയെങ്കിലും ആ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ സർക്കാർ നിർദ്ദേശിക്കുന്ന ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ആഹ്വാനങ്ങൾ അനുസരിച്ച് മെമ്പർമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സെക്രട്ടറി KP ഷാജി മോൻ, സ്ഥിരസമിതി അധ്യക്ഷരായ ഉബൈദുള്ള, ഉസ്മാൻ, റഹ്മത്ത് മോളി, അസിസ്റ്റന്റ് സെക്രട്ടറി JD പ്രീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ നടത്തുന്ന വിഭവ സമാഹരണ ക്യാമ്പയിൻ തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിലും നടന്നു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P നാസർ ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്കിന് കീഴിലുള്ള പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് പാലിയേറ്റീവ് സന്ദേശവുമായി സന്നദ്ധ പ്രവർത്തകർ നേരിട്ടെത്തുന്നതാണ് ക്യാമ്പയിൻ. വിവിധ പ്രദേശങ്ങളിൽ പാലിയേറ്റീവ് സ്റ്റാളുകൾ സ്ഥാപിക്കുക, വിദ്യാലയങ്ങളുടെയും യുവജന കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് സന്ദേശ റാലി സംഘടിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെരുവ് നാടകം, പ്രത്യേക സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുക, പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള രോഗികളെ കണ്ടെത്തി ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്ത് തുടർ പരിചരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചാണ് 1 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിൽ നടന്ന ക്യാമ്പ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P നാസർ ഉദ്ഘാടനം ചെയ്തു. നമ്മള് അവരുടെ മുമ്പിൽ ചെന്ന് പുഞ്ചിരിച്ചാൽ ഏറെ സന്തോഷകരമാണ്. അതാണ് അവരെ സമയത്ത് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ അവരുടെ മുമ്പിൽ ചെന്ന് പുഞ്ചിരിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുക. ഈ 2-3 വാക്കുകൾ ചോദിച്ചാൽ തന്നെ അവര് ഏറെ ആഹ്ലാദചിത്തരായിട്ട് മാറും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരാളെ കാണാൻ അവർക്ക് ഫിസിക്കലായിട്ടുള്ള പെയിൻ മാത്രമല്ല. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, AM മുഹമ്മദ് സക്കീർ, അലി പടിഞ്ഞാറപ്പള്ള, നജീബ്, സിദ്ദീഖ്, അനീസ് മുറിയക്കണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു.
ആനമങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിന് സമാപനമായി. സമാപന ദിവസം സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഭഗവത്ഗീതയുടെ 3ാം അധ്യായമായ കർമ്മയോഗം വ്യാഖ്യാനിച്ചു. 6 ദിവസങ്ങളാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടന്നത്. സമാപന ദിവസം സംപൂജ്യ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി ഭഗവത്ഗീതയുടെ 3ാം അധ്യായമായ കർമ്മയോഗം വ്യാഖ്യാനിച്ചു. ഇപ്പോൾ വിവേകത്തെ ഉണർത്തി നിർത്തുക, അത് പഠന ക്ലാസ്സുകളിൽ നിന്ന് വേണം സാധിക്കും. എന്നിട്ടോ കാമക്രോധാദികളെ അതിക്രമിച്ച് ആവിഷ്കാര ഉത്സവമാക്കി ജീവിതത്തെ മാറ്റുക. പൂജ്യ സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറയും, നോട്ട് ഫോർ ഹാപ്പിനെസ്, ആനന്ദത്തിന് വേണ്ടിയല്ല, പിന്നെയോ ആനന്ദത്തോടു കൂടി എല്ലാം ചെയ്യൂ. ആനന്ദം എവിടെ ഇരിക്കുന്നു? ആത്മനിഷ്ഠമാണ്. ബ്രാൻഡ് ഏതാ? ബ്രാൻഡ് ആത്മാ ബ്രാൻഡ്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്താൽ കർമ്മത്തിലുള്ള ആസക്തി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി പറഞ്ഞു. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും സമ്പോധ് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടന്നത്. ജനുവരി 4 മുതൽ നടന്നുവന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞം ജനുവരി 9 വൈകിട്ട് ആചാര്യനുള്ള ഗുരുദക്ഷിണ സമർപ്പണത്തോടെ സമാപിച്ചു. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം സനാതന പാഠശാലയിലെ വിദ്യാർത്ഥികൾ ഭജനയും അവതരിപ്പിച്ചു. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. കൂട്ടുകാരുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കരിമ്പയിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി തളരാത്ത മനസ്സുമായി മോട്ടിവേഷൻ സ്പീക്കർ ഗണേഷ്. മനഃശക്തിയിലൂടെ വേദനകൾ മറക്കാമെന്ന ഗണേഷിന്റെ വാക്കുകൾ കുട്ടികൾക്ക് ആത്മധൈര്യവും പ്രചോദനവുമായി. 4 വിദ്യാർത്ഥിനികൾ നഷ്ടപ്പെട്ടതിൻ്റെ അഗാധ ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും തലോടലായി ഗണേഷ് കൈലാസ് നടത്തിയ മോട്ടിവേഷൻ ക്ലാസ്. വാഹനാപകടത്തിൽ അരയ്ക്ക് താഴെ ചലനമറ്റെങ്കിലും അതിൽ തളരാത്ത മനസ്സുമായാണ് ഗണേഷ് വാക്കുകളിലൂടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാനായി കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. ശരീരം ദുർബലമായിരുന്നാലും മനസ്സ് ശക്തമായിരിക്കണം. മനസ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉയരങ്ങൾ കീഴടക്കാം, പ്രതിസന്ധികൾ മറികടക്കാം എന്ന് സ്വന്തം അനുഭവങ്ങൾ മുൻനിർത്തി ഗണേഷ് വിശദീകരിച്ചു. ഞാൻ ഇതിനു മുമ്പ് 4 പ്രാവശ്യമെങ്കിലും ഈ സ്കൂളിലെ നിങ്ങളുടെയൊക്കെ സൂപ്പർ സീനിയേഴ്സിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂളാണ് ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്നും ഒരു അപകടത്തെ തുടർന്ന് നമ്മളെ വേർപിരിഞ്ഞു പോയ ആ 4 കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ അവരെ ഓർക്കുകയാണ്. അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ അല്ലേ. ഞാൻ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഞാൻ ഏറെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ കുഞ്ഞനിയത്തിമാരെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായി. SMC ചെയർമാൻ PK മുസ്തഫ, PTA എക്സിക്യൂട്ടീവ് അംഗം KV ഷാഹിദ, അധ്യാപകരായ ഭാസ്കരൻ P, രാജേഷ് CS, ശ്രീജ, നിർമ്മലാദേവി, സദാശിവൻ KP, അജയ്, ജിജി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ വൈഫൈ സംവിധാനത്തോടു കൂടിയ ഡുവൽ ഇന്റർഫേസ് ATM കാർഡും ഗൂഗിൾ പേ IMPS സൗകര്യങ്ങളുമായി ഒറ്റപ്പാലം അർബൻ ബാങ്ക്. ഇതിനായി പുതിയ സോഫ്റ്റ്വെയർ നടപ്പിലാക്കി. ജനുവരി 10 നിലവിലുള്ള സെർവറിൽ നിന്നും പുതിയ ക്ലൗഡിലേക്ക് ഡാറ്റ കൈമാറും. അക്കൗണ്ട് ഉടമകൾക്ക് പുതിയ ATM കാർഡുകൾ അതാത് ബ്രാഞ്ചുകളിൽ നിന്ന് ലഭ്യമാകും. ഇതിനുള്ള ഒരുക്കം നടക്കുന്നതിനാൽ ജനുവരി 10 രാത്രി മുതൽ 12 രാത്രി വരെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് ബാങ്ക് ADM രാമനുണ്ണി അറിയിച്ചു. ജനുവരി 10 തീയതി അർദ്ധരാത്രി മുതൽ 14 തീയതി പുലർച്ചെ വരെ ATMകൾ പ്രവർത്തിക്കുന്നതല്ല. സ്വിച്ച് മാറ്റേണ്ടി വരുന്നതിനാലാണ് ഈ ക്രമീകരണം. 14 തീയതി മുതൽ ഈ ATMകളിൽ നിന്നും ഇടപാടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് കഴിയുന്നതാണ്. എന്നാൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നിലവിലുള്ള കാർഡിന് പകരമായി കൂടുതൽ സുരക്ഷയോട് കൂടിയിട്ടുള്ള വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഡ്യുവൽ ഇൻ്റർഫേസ് കാർഡുകൾ പുറത്തിറക്കുകയാണ്. ഇത് 13 തീയതി രാത്രി
ടെസ്റ്റിന് ലഭിക്കുന്ന 5 കാർഡുകൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് പുതിയ കാർഡുകൾ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 20-ാം തീയതിക്ക് മുൻപായി പുതിയ കാർഡുകൾ ബ്രാഞ്ച് തലത്തിൽ നിന്നും നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ നിക്ഷേപകർ വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഉപയോഗിച്ച് 20-ാം തീയതി മുതൽ അവർക്ക് ഈ ട്രാൻസാക്ഷൻസ് സാധ്യമാവും. എന്നാൽ RTGS, NEFT, IMPS, മൊബൈൽ ബാങ്കിംഗ് മുതലായ കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ 13-ാം തീയതി വൈകുന്നേരം മുതൽ സാധ്യമാവുന്നതാണ്. ബാങ്ക് സാധാരണ നിലയിൽ 13-ാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ശനി, ഞായർ തീയതികളിലെ അവധി കണക്കെടുത്തുകൊണ്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ഈ സമയത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. 13-ന് ശേഷം ബാങ്കിന്റെ ATM പ്രവർത്തനം ആരംഭിക്കുമെങ്കിലും ബാങ്കിന്റെ ATM കാർഡ് ഉപയോഗിക്കുന്നവർ പുതിയ കാർഡ് ബ്രാഞ്ചിൽ നിന്ന് കൈപ്പറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജപ്തി ഭയന്ന് വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. പട്ടാമ്പി കീഴായൂർ കിഴക്കേപുരയ്ക്കൽ ജയയാണ് മരിച്ചത്. ജപ്തിക്കായി ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് ജയ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ നൌഷാദ് ബാബുവിനെ തെരഞ്ഞെടുത്തു. ഇടത് സ്വതന്ത്രൻ വിപ്പ് ലംഘിച്ച് UDFന് വോട്ട് ചെയ്തു. ഇതോടെ 8 പ്രതീക്ഷിച്ചിടത്ത് UDFന് കിട്ടിയത് 9 വോട്ടുകൾ. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ അനധികൃത ഗ്യാസ് സിലിണ്ടറുകളുടെ ശേഖരം പിടികൂടി. 35 സിലിണ്ടറുകളും ഗ്യാസ് നിറയ്ക്കാനുള്ള ഉപകരണവുമാണ് താലൂക്ക് സപ്ലൈ അധികൃതർ പിടികൂടിയത്. കല്ലടിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ അട്ടിമറി. കപ്പ് തിരിച്ചേൽപ്പിച്ച് എടപ്പലം PTM യത്തീംഖാന സ്കൂൾ. കപ്പ് കിട്ടാൻ വൈകിയതിനെ ചൊല്ലി നടുവട്ടം സ്കൂളിന്റെ പ്രതിഷേധം. സ്കൂളിൽ വൻ വിജയാഹ്ലാദ പ്രകടനം. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരന് പ്രൊമോഷൻ നൽകിയ സംഭവത്തിൽ കേസ് എടുക്കണമെന്ന് AIYF. ആരോപണം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് നേതാവുമായ ഗഫൂർ കോൽക്കളത്തിനെതിരെ. 16-ന് ബാങ്കിലേക്ക് മാർച്ച് നടത്തുമെന്നും AIYF നേതാക്കൾ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഇനി പുതിയ മുഖം. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ നടപ്പാക്കുന്ന നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 13 കോടിയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.